മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ തെരുവുനായ വിഷയത്തിലെ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതി 3-അംഗ ബെഞ്ചിൽ വാദം തുടരുന്നത്. നേരത്തെ പുറത്തിറക്കിയ ഇടക്കാല ഉത്തരവ് പ്രകാരം നടപ്പിലാക്കിയ വിഷയങ്ങൾ കേരളം അടക്കം സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിച്ചു. ഇന്നലെ വാദം കേൾക്കുന്നതിനിടെ കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകാമെന്നും അതുമാത്രമാണ് ഇനി ബാക്കിയെന്നുമായിരുന്നു മൃഗസ്നേഹികളെ പരിഹസിച്ച് സുപ്രീം കോടതി പറഞ്ഞത്. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് മൃഗസ്നേഹികൾക്കെതിരെ വലിയ തരത്തിലുള്ള പരിഹാസമായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? അനുശ്രീ, ഒരു മനുഷ്യന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇത്രത്തോളം ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഇതുവരെയും വന്നിട്ടില്ലാത്ത തരത്തിലായിരുന്നു ഈ തെരുവുനായ വിഷയത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ മൃഗസ്നേഹികളുടെ ഭാഗത്ത് നിന്ന് ഹർജികൾ ഒഴുകി സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. ഇതിൽ ഇന്നും വാദം തുടരും. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ കൃത്യമായി മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവരുടെ ഇതുവരെയുള്ള ഈ വിഷയത്തിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് നവംബർ 7-ന് ഏറ്റവും ഒടുവിൽ കേസ് അതിലൊരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് സംസ്ഥാനങ്ങൾക്കൊക്കെ കർശനമായ നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അതായത് 8 ആഴ്ചക്കുള്ളിൽ ഈ വിഷയത്തിലൊരു തീർപ്പുണ്ടാകണം. ഈ തെരുവുനായകൾ ഒരു തരത്തിലും വിദ്യാലയങ്ങളിലോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ ആശുപത്രികളിലോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല, പൊതു ഇടങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ഇത്തരത്തിൽ ദേശീയപാതകളിലൊക്കെ തെരുവുനായയ്ക്ക് പുറമെ മറ്റ് കന്നുകാലികൾ ഉൾപ്പെടെയുള്ളവ അലഞ്ഞു നിറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവയെല്ലാം പിടികൂടി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നുള്ള ഒരു കർശന നിർദ്ദേശമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി തദ്ദേശ തലത്തിൽ ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് ഓരോ ടീമിനെ രൂപപ്പെടുത്തുക, ആ ടീമിന് പോലീസിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരുടെ സഹായം നേടുക, ഒപ്പം തന്നെ അങ്ങനെ പെട്രോളിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. ആ രീതിയിൽ ഈ മുഴുവൻ തെരുവുനായകളെയും പിടികൂടി വന്ധീകരിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു നിർദ്ദേശം. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് കേരളം പോലൊരു സംസ്ഥാനത്ത് പലയിടങ്ങളിലും സ്ഥലക്കുറവുണ്ട്. അവിടെയെല്ലാം തന്നെ കൂടുതൽ ഇടങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ആളുകൾ താമസിക്കുന്ന ഏരിയ കൂടിയാണ്. അവിടെയൊക്കെ ഈ ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടേക്ക് ഈ തെരുവുനായകളെ മാറ്റും എന്നുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ അതൊരു പ്രായോഗികമായ നടപടിയല്ല, അതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്, കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതിയെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയുടെ 3-അംഗ ബെഞ്ചിന് മുമ്പിലേക്ക് വന്നപ്പോൾ പരിഹാസ രൂപേണയായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച്, അതായത് പ്രത്യേകിച്ച് ജസ്റ്റിസ് സന്ദീപ് മെഹ്ത ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് ഇനി ഈ തെരുവുനായികൾക്ക് കൗൺസിലിംഗ് മാത്രമേ നൽകാൻ ബാക്കിയുള്ളൂ, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതായത് കടിക്കാതിരിക്കാൻ ഈ ഓർഡർ അടക്കം വായിച്ചു നോക്കിയായിരിക്കും ഇനി നായ്ക്കൾ ആളുകൾക്ക് മുമ്പിലേക്ക് വരിക എന്നുള്ള രീതിയിലുള്ള ചില പരിഹാസം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പാരാ അത്ലറ്റിക് മീറ്റ് നടക്കുമ്പോഴൊക്കെ ഇന്ത്യക്ക് തന്നെ അപമാനമാകുന്ന തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകളെ ഈ തെരുവുനായ ആക്രമിക്കുകയും കടിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം, ഒപ്പം തന്നെ നിരവധി പേർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം, കൂടുതൽ പേർ തെരുവുനായ ആക്രമണത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം, അതൊക്കെ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് സുപ്രീം കോടതി ഉറച്ചു നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് കോടതി കടക്കുകയും ചെയ്യും. ഒരു അന്ത്യശാസനം എന്ന രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉടൻ തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം, ഒപ്പം തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. മിഥുൻ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ തെരുവ് നായികൾ ഇങ്ങനെ പെരുകുന്നു എന്നത് ഒരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. അതിനൊരു ഉത്തരമായി പലരും പറയുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ്, മാലിന്യങ്ങൾ പെരുകുന്നതാണ് തെരുവുനായി ഇങ്ങനെ വർദ്ധിക്കാനുണ്ടാകുന്ന ഒരു പ്രധാന കാരണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ മാലിന്യം വലിച്ചെറിയുന്നതും മാലിന്യം തെരുവുകളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനെ തടയാൻ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ? അനുശ്രീ, ഈ വന്ധീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. തെരുവുനായികൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്, അവയൊക്കെ പിടികൂടി വന്ധീകരിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യത. മാലിന്യ പ്രശ്നമൊക്കെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോ ജില്ലകളിലെയും കേന്ദ്രീകരിച്ച്, അതായത് ജില്ലാ ഭരണകൂടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അക്കാര്യത്തിൽ ഒരു തീർപ്പ് എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള
ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴുള്ള കേസുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള ഹർജികൾ എന്ന് പറയുന്നത് തെരുവുനായ വിഷയം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ എന്ത് കാരണം കൊണ്ടാണോ ഈ തെരുവുനായകൾ അലഞ്ഞു നടക്കാനുള്ള സാധ്യത, അതായത് അതിൽ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ, അതായത് എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്താനാകുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായി നാനാം കോണിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ എല്ലാ കാലത്തും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ടുണ്ട്, സംസ്ഥാനം ഒരു ഫണ്ട് നീക്കിവെൽക്കാറുണ്ട്. ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷെൽട്ടർ ഹോമുകൾ തയ്യാറാക്കാനും ഇതിനെ മന്ദീകരിക്കുന്ന നടപടികളൊക്കെ എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടാകുന്നില്ല? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം തെരുവുനായ ശല്യം ഉണ്ടാകാൻ ഉള്ള സാധ്യത വളരെ വിരളമായിരുന്നേനും എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത നടപടികൾ എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിവിധ ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. മൃഗസ്നേഹികളുടെ ഈ ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു മനുഷ്യന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഒരു മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇത്രയധികം ഹർജികൾ വരില്ല എന്നുള്ളതാണ്. അതിൽ ചില ഇടപെടലുകൾ മറ്റ് ഈ വാക്സിൻ ഇറക്കുന്ന ഉടമകൾ, അതായത് ഈ വാക്സിൻ്റെ കമ്പനികളൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ള ചില ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഹർജികൾ പോലും ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് മുൻപാകെ വന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്ത ഒരു രീതി തന്നെയായിരിക്കും സുപ്രീം കോടതി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം സുപ്രീം കോടതി ഭാഗത്തു നിന്ന് ഒരു കടുത്ത നടപടി ഉണ്ടായാൽ മാത്രമേ സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കൂ, ആ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, തെരുവുനായ വിഷയത്തിലെ ഹർജികളിൽ സുപ്രീം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.